ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. മക്കളെ, നിരന്തരമായിട്ട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സാർ ട്രയൽ അലോട്ട്മെൻറ്റ് 24-ാം തീയതി വരികയാണ്, എങ്ങാനും ട്രയൽ അലോട്ട്മെൻറ്റിൽ എൻ്റെ പേരില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഇനി ട്രയൽ അലോട്ട്മെൻറ്റിലല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിൽ പോലും നിങ്ങളെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുക. ഇനി ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ നമ്മളെ പേരില്ലെങ്കിൽ, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ചെക്കിംഗ് മാത്രമാണ്. ഇതൊരു അലോട്ട്മെൻറ്റ് പ്രോസസ് അല്ല. ഇതൊരു സോഫ്റ്റ്വെയർ ചെക്കിംഗ് ആണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മൾ സ്കൂൾ ഓപ്ഷൻ കൊടുത്തത്, സബ്ജക്ട് കോമ്പിനേഷൻ, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനാണ് ഇത് ട്രയൽ അലോട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇനി സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ 5 സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്. 5 സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്. ഈ 5 സ്കൂളിൽ കൊടുത്തതിൽ 5ാമത്തെ സ്കൂളിലാണ് മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണോ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ കൊടുത്ത 5 സ്കൂളിൽ 5ാമത്തെ സ്കൂളിൽ ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കണോ? അഡ്മിഷൻ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ട അവിടെ ആവശ്യമില്ല. അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കൊടുത്ത 1ാമത്തെ ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുക. ഇനി 1ാമത്തെ സ്കൂളിൽ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും അവിടെ പോയി അഡ്മിഷൻ എടുത്തേ പറ്റൂ. നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുക്കണം. അത് ടെമ്പററി അഡ്മിഷൻ അല്ല. അങ്ങനെ ടെമ്പററി അഡ്മിഷൻ ഓപ്ഷൻ അവിടെ ഇല്ല. അത് പെർമനൻ്റ് അഡ്മിഷനാണ്. നിങ്ങൾ ചോദിച്ച സ്കൂൾ, നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂൾ, നിങ്ങൾ ആദ്യം കൊടുത്ത സ്കൂളിൽ തന്നെ ഗവൺമെൻറ് അഡ്മിഷൻ തന്നു, പിന്നെ നിങ്ങൾക്ക് ടെമ്പററി എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ. ഓക്കെ, അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തേ പറ്റൂ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളില്ല എന്ന് കരുതാം, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതേ സെയിം പ്രോസസ് തന്നെ. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുക? നിങ്ങൾ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 4ാമത്തെ ഓപ്ഷനിലുള്ള സ്കൂളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 1ാമത്തെ ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി ടെമ്പററി അഡ്മിഷൻ എടുക്കാം അവിടെ പോയിട്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങളില്ല, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ മക്കൾ ഓർമ്മിക്കുക, തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ നിർബന്ധമായിട്ടും അവിടെ എടുക്കേണ്ടത് ടെമ്പററി അഡ്മിഷനാണ്. അവിടെ എന്തില്ല, പെർമനൻ്റ് അഡ്മിഷനാണ്. അവിടെ ടെമ്പററി അഡ്മിഷൻ ഇല്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സാർ പിന്നെ സ്കൂൾ മാറ്റം പോസിബിൾ അല്ലേ? സ്കൂൾ മാറ്റം പോസിബിളാണ്. അത് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് പിന്നീട് വരും, ഇത് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി ഫസ്റ്റിലും സെക്കൻഡിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മീൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അലോട്ട്മെൻറ്റ് പ്രോസസ് ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുക? റിന്യൂ ചെയ്യണം. അത്രമാത്രം. വീണ്ടും കൊടുത്ത ആപ്ലിക്കേഷൻ ഫോം ഒന്ന് റിന്യൂ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഏകജാലകത്തിൽ കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമിൽ അതൊന്ന് റിന്യൂ ചെയ്തിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉൾപ്പെടും. കാരണം ഓൾമോസ്റ്റ് 30%, 7 ജില്ലകളിൽ 30% സീറ്റ് വരെ വർദ്ധിക്കുന്നുണ്ട്. അപ്പം മക്കൾ വെറിയിടാൻ ആവശ്യമില്ല. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സീറ്റ് കിട്ടിയില്ല എങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ സ്കൂളുകളിൽ എന്ത് ചെയ്യുക? സ്കൂൾ ലിസ്റ്റിലൊക്കെ വരും. അത് പിന്നീട് ഞാൻ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യാം. ഓരോ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാം. അപ്പം മക്കൾ പറയുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു ഫസ്റ്റ് അലോട്ട്മെൻറ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ ആണ് എടുക്കേണ്ടത്, ടെമ്പററി അഡ്മിഷൻ ഇല്ല. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ എന്തെടുക്കണം? പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. ഇനി സ്കൂൾ ട്രാൻസ്ഫർ പോസിബിൾ ആവും, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. അപ്പം അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. മക്കൾ എന്ത് ചെയ്യുക? ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിലേക്ക്. യൂസ്ഫുൾ ഇൻഫർമേഷൻ അല്ലേ? അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.